വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അബീമസ് ആണ് മക്കളെ. നമ്മുടെ ആനുവൽ എക്സാം ഒക്കെ എത്തിയല്ലേ. സോ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റനുമാണ് മിസ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഫ്രണ്ട്സിന് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം നമ്മുടെ 5ാം ക്ലാസ്സിലെ മക്കൾക്ക് കഴിഞ്ഞ വർഷം സിലബസ് മാറിയതാണ്. ഇത്തവണ ക്വസ്റ്റ്യൻ പാറ്റേണും മാറി അല്ലേ. അപ്പോൾ ഇത്തവണയുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം ഇങ്ങനെ ആയിരിക്കും. നമുക്ക് 15 മിനിറ്റാണ് കൂൾ ഓഫ് ടൈം ഉള്ളത്. ഈ 15 മിനിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാനും അതുപോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. 6 ആക്ടിവിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 6 ആക്ടിവിറ്റീസും കമ്പൽസറി ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യണം. കഴിഞ്ഞ വർഷം 6 ആക്ടിവിറ്റീസിൽ നിന്ന് 2 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എഴുതുക, ഏതെങ്കിലും 2 എഴുതുക 3 എഴുതുക, ആ ഒരു രീതിയിലാണ്. പക്ഷേ ഇത്തവണ തൊട്ട് അങ്ങനെയല്ല, ഒരു പാറ്റേൺ മാറി 6 ആക്ടിവിറ്റീസും നിങ്ങൾ കമ്പൽസറി ആയിട്ട് എഴുതണം. പക്ഷേ 3ാമത്തെ ആക്ടിവിറ്റിയിലും 5ാമത്തെ ആക്ടിവിറ്റിയിലും ഏതെങ്കിലും 2 ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് ഇൻറ്റേർണൽ ചോയ്സസ് ഉണ്ടാവും. വിച്ച് മീൻസ് നിങ്ങൾക്ക് A, B എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസിൽ 3ലും 5ലും ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഈ 2 ആക്ടിവിറ്റീസിൽ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 3ൽ A എഴുതാം അല്ലെങ്കിൽ B എഴുതാം, 5ൽ A എഴുതാം അല്ലെങ്കിൽ B എഴുതാം, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇൻറ്റേർണൽ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ഈ മോഡലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. സോ ആക്ടിവിറ്റി നമ്പർ 3ൽ ഉള്ള 2 ഇൻറ്റേർണൽ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്താണ് ഇൻറ്റേർണൽ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് മനസ്സിലാവും. അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദി 2 ആക്ടിവിറ്റീസ് ബിലോ. താഴെ തന്നിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. So, Miss Raccoon took Chester's left hand and spread its tiny fingers into a fan. മിസ് റക്കൂൺ ചെസ്റ്ററിൻ്റെ കൈ ഇങ്ങനെ വിടർത്തിയിട്ട് ആ ഒരു ടൈനി ഫിംഗേഴ്സ് ഒരു ഫാൻ പോലെ ആക്കി. ഏത് ചാപ്റ്ററിലാണെന്ന് മനസ്സിലായവർ താഴെ കമൻറ്റ് ബോക്സിൽ ചാപ്റ്ററിൻ്റെ പേര് കമൻറ്റ് ചെയ്യാം കേട്ടോ. ലീനിങ് ഫോർവേഡ് ഷി kissed Chester right in the middle of his palm. Chester was very happy. What will be Chester Raccoon's thought at that time? ഓക്കെ, സോ ചെസ്റ്ററിൻ്റെ കൈ ഇങ്ങനെ വിടർത്തിയിട്ട് പാമ്പിൽ ഇങ്ങനെ അല്ലേ ഒരു ഉമ്മ വെച്ച് കൊടുത്തു. സോ ആ സമയമുള്ള ആ ഒരു കിസ്സിങ് ഹാൻഡ്, ആ ഒരു ഉമ്മ കിട്ടിയപ്പോഴുള്ള ചെസ്റ്റിൻ്റെ തോട്ട്സ് എന്താണ് എന്നാണ് 1ാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ബി പാർട്ട് ഉണ്ട്, അത് ആൻസർ ചെയ്യാം. എന്താണ് ബി പാർട്ട്? ദ ലിറ്റിൽ ട്രെയിൻ ട്രൈഡ് ബെസ്റ്റ്. ലിറ്റിൽ ട്രെയിൻ അതിൻ്റെ മാക്സിമം ട്രൈ ചെയ്തു. ബട്ട് ഹെർ വീൽസ് വുഡിൻ ടേൺ. പക്ഷേ വീൽസ് തിരിയുന്നില്ല അല്ലേ. ദ ക്ലൗൺ ആൻഡ് ഓൾ ദ ആനിമൽസ് ജംപ്ഡ് ഔട്ട് ടു ഹെൽപ്പ് ഹെർ. സോ ഇത് ഏത് ചാപ്റ്ററിലാണെന്ന് മനസ്സിലായവർ ഇതും കമൻറ്റ് ചെയ്യുക. ആ ഒരു ലിറ്റിൽ ട്രെയിനിൻ്റെ വീൽസ് സ്റ്റക്ക് ആയതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാടി ഇറങ്ങുകയാണ്. ദി പുഷ്ഡ് ആൻഡ് പുഷ്ഡ് ബട്ട് ദ ലിറ്റിൽ ട്രെയിൻ കുഡ്ന്റ് മൂവ്. അവർ എത്ര ആഞ്ഞു തള്ളിയിട്ടും ആ ഒരു ട്രെയിൻ മൂവ് ചെയ്യുന്നില്ല അല്ലേ. ഷി വാസ് വെരി സാഡ്. ഷി ബിഗൻ ടു തിങ്ക്. ആ സമയത്ത് സങ്കടപ്പെട്ടിട്ട് നമ്മുടെ ട്രെയിൻ ചിന്തിക്കാൻ തുടങ്ങി. ആ സമയത്തുള്ള ട്രെയിനിൻ്റെ തോട്ട്സ് ഒന്നെങ്കിൽ ചെസ്റ്ററിൻ്റെ തോട്ട്സ് അല്ലെങ്കിൽ ആ ടൈമിലുള്ള ട്രെയിനിൻ്റെ തോട്ട്സ്. സോ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് തരാടാ. ഒന്നെങ്കിൽ എയ്തർ A ആൻസർ ചെയ്യാം അല്ലെങ്കിൽ B ആൻസർ ചെയ്യാം. ഏതെങ്കിലും ഒന്ന് മാത്രം ആൻസർ ചെയ്താൽ മതി. സോ ഇതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും 2 ആക്ടിവിറ്റീസിന് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതിയായിരിക്കും. ഈ ഒരു രീതിയിലാണ് ഇൻറ്റേർണൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഇതിൽ ഏതാണെങ്കിലും നിങ്ങൾ ആൻസർ ചെയ്യുന്ന മിസ് ആൻസർ ഇതിൽ കാണിച്ചു തരാം. ഫസ്റ്റ് 1 ആണ് നിങ്ങൾ ആൻസർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെസ്റ്റർ റക്കൂണിൻ്റെ തോട്ട്സ് ആണ്. ചെസ്റ്റർ വിചാരിക്കുകയാണ്, ഹൗ വാം ആൻഡ് വണ്ടർഫുൾ മദേഴ്സ് കിസ് ഫീൽ ഓൺ മൈ പാം. അല്ലേ, അമ്മയുടെ ആ ഒരു ഉമ്മ എത്ര അവരെന്താ കുളിർമയും അതുപോലെ തന്നെ ഊഷ്മളതയുമാണ് അല്ലേ. എത്ര രസകരമായിട്ടാണ് അമ്മയുടെ ഉമ്മ ഫീൽ ചെയ്യുന്നത്. ഐ വാസ് ഫീലിംഗ് സോ നെർവസ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ ബട്ട് നൗ ദാറ്റ് ടിംഗ്ലി ഫീലിംഗ് ഈസ് റഷിംഗ് ഓൾ ദ വേ അപ്പ് മൈ ആം ആൻഡ് സ്ട്രെയിറ്റ് ടു മൈ ഹാർട്ട്. എനിക്ക് സ്കൂളിൽ പോകുന്നതിനെ പറ്റിയിട്ട് ചിന്തിച്ചപ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ ആ ഒരു ഉമ്മ കിട്ടിയപ്പോൾ അവർ കിളിപ്പെടുത്തുന്ന ആ ഒരു ഫീലിംഗ് ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ കയറി എൻ്റെ ഹാർട്ട് വരെ എത്തി അമ്മയുടെ ഉമ്മ എന്ന് പറയുകയാണ് അല്ലേ. ഐ ക്യാൻ ഫീൽ ഹെർ ലവ് വിത്ത് മീ വേർ എവർ ഐ ഗോ. സോ ഇപ്പോൾ എൻ്റെ അമ്മയുടെ ഉമ്മ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എവിടെ പോയാലും അമ്മയുടെ സ്നേഹം എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുകയാണ്. ഈവൻ വെൻ ഐ ആം ഫാർ അവേ ഫ്രം ഹോം ഐ നോ ഷീ ഈസ് റൈറ്റ് ദെയർ ഇൻ മൈ ഹാൻഡ്. ഞാൻ വീടിന് എത്ര ദൂരം മാറുന്നാലും എനിക്കറിയാം എൻ്റെ അമ്മ എവിടെയുണ്ട്, എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. ഐ ഡോണ്ട് ഫീൽ സ്കേർഡ് എനിമോർ. സ്കേർഡ് മീൻസ് പേടി. എനിക്ക് ഇപ്പോൾ പേടിയൊന്നും തോന്നുന്നില്ല. ഐ എം റെഡി ടു ഗോ ആൻഡ് ലേൺ ന്യൂ തിങ്സ്. സ്കൂളിൽ പോകാനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഞാൻ റെഡിയാണ് എന്ന് പറയുകയാണ്. സോ ആ സമയത്തുള്ള ചെസ്റ്ററിൻ്റെ തോട്ട്സ് ഓപ്ഷൻ E ആണ് നിങ്ങൾ ആൻസർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ആൻസർ ചെയ്യാം. ഇനി ഓപ്ഷൻ B ലിറ്റിൽ ട്രെയിനിൻ്റെ തോട്ട്സ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ലിറ്റിൽ ട്രെയിൻ ചിന്തിക്കുകയാണ്. ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിലാണ് ട്രെയിൻ ചിന്തിക്കുകയാണ്. വാട്ട് ഈസ് റോങ് വിത്ത് മൈ വീൽസ്. എൻ്റെ വീലുകൾക്ക് ഇത് എന്ത് പറ്റി? ഐ എം ട്രൈയിങ് മൈ വെരി ബെസ്റ്റ് ടു മൂവ് ബട്ട് ഐ ജസ്റ്റ് ക്യാൻ ഗെറ്റ് ദം ടു ടേൺ.
ഞാൻ മൂവ് ചെയ്യാനായിട്ട് എൻ്റെ കഴിവിൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ വീൽസ് തിരിയുന്നില്ല. ഐ ഫീൽ സോ സാഡ് ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ലെറ്റ് ഡൗൺ ദ ക്ലൗൺ ആൻഡ് ഓൾ മൈ ആനിമൽ ഫ്രണ്ട്സ്. എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു. കാരണം എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ക്ലൗൺസും ബാക്കിയുള്ള ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ നിരാശപ്പെടുത്തുകയാണ് അല്ലേ. സോ അവരെ സങ്കടപ്പെടുത്തുകയാണല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു. ദി ആർ വർക്കിംഗ് സോ ഹാർഡ് ടു പുഷ് മീ ബട്ട് ഐ എം സ്റ്റിൽ സ്റ്റക്ക്. അവരെല്ലാവരും എൻ്റെ വീൽസ് ജാം ആയിരിക്കുന്നുണ്ട്, സ്റ്റക്കായിട്ടിരിക്കുന്നതുകൊണ്ട് എന്നെ മാക്സിമം പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ വീൽസ് തിരിയുന്നില്ല. ഞാനിവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. വിൽ വി എവർ ഗെറ്റ് ടു ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ? ഈ വീൽസ് ഒന്ന് തിരിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഞാൻ ആ ഒരു കുന്ന് കിടക്കുമോ? അതിൻ്റെ അപ്പുറത്ത് എനിക്ക് എത്താൻ പറ്റുമോ? ഐ വിഷ് ഐ വാസ് സ്ട്രോങ് ഇനഫ് ടു ക്യാരി ദീസ് ടോയ്സ് ടു ദി ചിൽഡ്രൻ. ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ കുട്ടികൾക്ക് ഈ ടോയ്സ് ക്യാരി ചെയ്യാനും മാത്രം ഞാൻ സ്ട്രോങ് ആയിരുന്നെങ്കിൽ, അല്ല എൻ്റെ വീൽസ് ഒന്ന് തിരിഞ്ഞിരുന്നുണ്ടെങ്കിൽ. ഐ മസ്റ്റ് നോട്ട് ഗിവ് അപ്പ്. ഞാൻ വിട്ടുകൊടുക്കാൻ പാടില്ല, ഞാൻ തോറ്റു കൊടുക്കാൻ പാടില്ല. ബട്ട് റൈറ്റ് നൗ ഐ ഫീൽ സോ ഹെവി ആൻഡ് ടയേർഡ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ടയേർഡും ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. ആ സമയത്തുള്ള നമ്മുടെ ട്രെയിനിൻ്റെ തോട്ട്സാണ്. സോ ഇതുപോലെ ഏതെങ്കിലും തോട്ട്സ് ചോദിച്ചാലും അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ ചോയ്സ് ക്വസ്റ്റിനെ പറ്റിയിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും മക്കൾക്ക്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. വേറൊരു കാര്യം കൂടെ മിസ് പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ 2025 കഴിഞ്ഞ വർഷത്തെ മാർച്ച് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റനാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റനാണ് കേട്ടോ. സോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മിസ്സിന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ ഒരു വർഷം മുഴുവൻ ഇതുപോലെയുള്ള വീഡിയോസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ലൈവ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ നമ്മുടെ സൈലി ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. സോ ഇതേപോലെ തന്നെ അടുത്ത കൊല്ലവും നിങ്ങളുടെ കൂടെ നമ്മുടെ സൈലം കൂടി ഉണ്ടാവും. 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സൈലത്തിൻ്റെ ബാച്ചാണ് നമ്മുടെ വജ്ര ബാച്ച് എന്ന് പറയുന്നത്. സോ വജ്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം ഇപ്പോഴാണെന്ന് മിസ് പറയും. ബിക്കോസ് എഡ്യൂഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 10% ഓഫർ ഉണ്ട്. 10% ഓഫറിൽ 2474 റുപ്പീസിന് ഇപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ആക്സസ് കിട്ടുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് XCF10 എന്ന് പറയുന്ന ഈ ഒരു കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ഫീസ് അളവിൽ നിങ്ങൾക്ക് ലിമിറ്റഡ് പീരിയഡ് ഓഫറാണ്, കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ളൂ. സോ ഈ ഒരു ഫീസ് അളവിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. മാത്രമല്ല ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ആദ്യം ജോയിൻ ചെയ്യുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5 പേർക്ക് അവിടെ സൈലത്തിൻ്റെ ഗീവ് അവേ ആയിട്ട് സ്മാർട്ട് വാച്ചാണ് കൊടുക്കാൻ പോകുന്നത്. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഈ സ്മാർട്ട് വാച്ചൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 9995400800 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. സോ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിലോ ഈ ബാച്ചായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ഡൗട്ട്സിനും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. സോ എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യുക. മിസ് ഉൾപ്പെടെ എല്ലാവരും വെയിറ്റിംഗ് ആണ് ക്ലാസ് 6ൽ നിങ്ങളെ കാണാൻ. ആൻഡ് മറക്കാൻ പാടില്ല, അതിന് മുമ്പ് നമ്മുടെ ആനുവൽ എക്സാം ഉണ്ട്. ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അഭിപ്രായങ്ങൾ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ടും നമുക്ക് ഇനിയും കാണാം. മാത്രമല്ല നമ്മുടെ മാരത്തോൺ വരാണ്. നമ്മുടെ മാരത്തോൺ ലൈവിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റാക്കിയിട്ട് എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ആൻഡ് മറക്കാതെ മാരത്തോണിലേക്ക് വരാം. ആൻഡ് മാരത്തോൺ ലൈവിൽ കാണാം. സോ ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് care. Love you all.